സൈലം പറഞ്ഞ എല്ലാ ക്വസ്റ്റ്യൻസും എല്ലായിരുന്നു ചെയ്തു പഠിച്ചു. അതുകൊണ്ട് സെപ്പറേറ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എനിക്ക് നോക്കേണ്ട വന്നിട്ടില്ല. ഇനി ഇൻ കേസ് ഞാൻ കുറച്ചൊക്കെ നോക്കിയായിരുന്നു, പക്ഷെ ഇതെല്ലാം സൈലം ചെയ്യിച്ചു അതേ ക്വസ്റ്റ്യൻസ് തന്നെയാണല്ലോ എന്ന് പിന്നെ മനസ്സിലായി. എല്ലാം കുത്തി ഇരുന്ന് ചെയ്തു പഠിക്കാൻ തന്നെയായിരുന്നു ചെയ്തത്. ഇപ്പോൾ സ്കൂളിൽ ഏതൊക്കെ ഭാഗങ്ങൾ പഠിപ്പിച്ചു, സൈലം ഇനി ഏതൊക്കെ ഭാഗങ്ങൾ പഠിപ്പിക്കേണ്ട, അതൊക്കെ എല്ലാം വെച്ച് അറേഞ്ച് ചെയ്ത് സെപ്പറേറ്റ് ഷെഡ്യൂളായിരുന്നു സ്കൂളിനും സൈലത്തിന് വേണ്ടി ഉണ്ടായിരുന്നത്. പ്ലസ് ടു വരുമ്പോൾ ഒരുപാട് റിയാക്ഷൻസും ഒരുപാട് വലിയ വലിയ പാഠങ്ങളും, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആൽഡിഹൈഡ്സ്, കീറ്റോൺസ്, കാർബോക്സിലിക് ആസിഡ് പോലത്തെ വലിയ വലിയ പാഠങ്ങളുണ്ട്. മാത്സിനകത്തായാലും കാൽക്കുലസ് ആയാലും വലിയൊരു സാഗരമാണ് കാൽക്കുലസ് എന്ന് പറയുമ്പോൾ മാത്സിനകത്ത്. സോ എങ്ങനെയായിരുന്നു ഈ രണ്ട് ഭാഗത്ത് നമ്മൾ സെപ്പറേറ്റ് എന്തെങ്കിലും ഒരു നോട്ട് ബുക്ക് പോലെ തയ്യാറാക്കുന്നത്? എങ്ങനെയാണ് ഈ ഒരു ഭാഗം രണ്ട് ഭാഗവും ക്രാക്ക് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയൊരു മാസ്റ്റർ പ്ലാൻ? പ്ലസ് ടു ഓണം എക്സാം ഒക്കെ ഒരു കുഴപ്പമില്ലായിരുന്നു. അതിനുശേഷം ക്രിസ്മസ് സമയമൊക്കെ ആകാൻ തുടങ്ങിയപ്പം എന്താ പോർഷൻസിന്റെ കണ്ടന്റ് ഒരുപാട് കൂടിയില്ല എക്സാമിന്റെ സമയത്ത്. അപ്പോൾ എനിക്ക് വല്ലാതെ ടെൻഷനായി. ഹലോ ഓൾ, ഹയർ സെക്കൻഡ് എക്സാമിനേഷൻ റിസൾട്ട് ഇതാ പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. ഇക്കഴിഞ്ഞ ഹയർ സെക്കൻഡ് എക്സാമിനേഷനിൽ 1299 മാർക്ക് നേടി സൈലത്തിന്റെ അഭിമാന താരമായിരിക്കുകയാണ് സോന. നമ്മളിപ്പോൾ ഉള്ളത് സോനയുടെ വീട്ടിലാണ്. നമുക്ക് സോനയുടെ ഓരോ ടിപ്സുകളും ചോദിച്ച് മനസ്സിലാക്കാം എങ്ങനെയായിരുന്നു ഇത്ര വലിയൊരു മാർക്കിലേക്ക് എത്തിയതെന്ന്. ആദ്യമായിട്ട് കാര്യം ചോദിക്കട്ടെ, എങ്ങനെയുണ്ട് ഈ ഒരു നിമിഷത്തെ ഫീലിങ്സ്? എന്താണ് ഇപ്പോഴത്തെ ഒരു തോന്നല്? ശരിക്കും വളരെയധികം സന്തോഷമുണ്ട്. ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്തൊരു മാർക്കായിരുന്നു. ഇനീഷ്യലി മാർക്കൊക്കെ അറിഞ്ഞപ്പം വളരെയധികം സന്തോഷമായിരുന്നു. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത എത്ര എക്സൈറ്റ്മെന്റ് ആയിരുന്നു വീട്ടില്. എന്നിട്ട് ഉടനെ എല്ലാവരും വിളിച്ച് കയറി. വീട്ടിൽ ഇത്ര മാർക്കിലേക്ക് എത്തും? ഇല്ല, ഒരിക്കലും ഇല്ല. ഞാൻ പ്ലസ് വണ്ണിൽ ഫസ്റ്റ് ടൈം കയറിയ സമയത്ത് ഞാൻ ബുക്സ് ഒക്കെ എല്ലാം കണ്ടപ്പം NCERT ബുക്സാണ് യൂസ് ചെയ്തത്. അതൊക്കെ കണ്ടപ്പം എങ്ങനെയെങ്കിലും ഫുൾ A+ കിട്ടിയാൽ മതിയായിരുന്നു എന്ന് മാത്രമായിരുന്നു ആഗ്രഹം. പക്ഷേ ഫസ്റ്റ് ഇയർ റിസൾട്ടും സെക്കൻഡ് ഇയർ റിസൾട്ടും വന്നപ്പോൾ ശരിക്കും കണ്ണ് കളിപ്പോയി. ദൈവം സഹായിച്ചും സൈലം സഹായിച്ചും ഫാമിലിയുടെ നല്ല സപ്പോർട്ടും കൊണ്ട് മാത്രമാണ് ഇത്രയും മാർക്ക് കിട്ടിയത്. സോ ജൂനിയേഴ്സ് എടുത്തപ്പോൾ ഒരു പ്ലസ് വണ്ണിലേക്ക് വരുന്ന വിദ്യാർത്ഥിയായാലും പ്ലസ് ടുവിലേക്ക് വരുന്ന വിദ്യാർത്ഥിയായാലും അവരോട് ഇപ്പോൾ എന്താണ് പറയാനുള്ളത്? ഇപ്പോൾ ഒരുപാട് പേരൊരു ടെൻഡൻസിയാണ് സയൻസ് സ്ട്രീം വളരെ ഡിഫിക്കൽട്ട് ആണെന്ന് പറയാം. കാരണം നമ്മൾ SSLC കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് പഠിക്കാനുള്ളൊരു മേഖല തന്നെയാണ് പ്ലസ് വൺ പ്ലസ് ടു എന്ന് പറയുന്നത്. ഒരുപാട് പാഠങ്ങളുണ്ട്. അപ്പോൾ അവർക്കൊരു ടിപ്പ് എന്ന രീതിക്ക് സയൻസ് സ്ട്രീം എടുക്കാൻ പോകുന്ന വിദ്യാർത്ഥികളോട് സയൻസ് സ്ട്രീം എടുക്കണ്ട എന്ന് എപ്പോഴും പറയാൻ വേണ്ടി ആലോചിക്കുന്നത്, ബുദ്ധിമുട്ടാണെന്ന് പറയാൻ വേണ്ടി ആലോചിക്കുന്നുണ്ടോ സയൻസ്? ഇല്ല, ചിലർക്ക് സയൻസ് ഈസി ആയിരിക്കും, ചിലർക്ക് നല്ല ഡിഫിക്കൽട്ട് ആയിരിക്കും. അത് ഓരോരുത്തരെയും ഈ താല്പര്യവും അഭിരുചിയും സയൻസിനോടുള്ള അപ്രോച്ചിനനുസരിച്ചിരിക്കും. സോ അവർക്കൊരു ലക്ഷ്യങ്ങളുണ്ടായിരിക്കില്ല എന്താകണമെന്ന്. അപ്പോൾ അതിനനുസരിച്ച് എടുക്കുന്നതായിരിക്കും ഭേദം. ഒരു മെഡിക്കൽ ഫീൽഡോ സയൻസ് അല്ലെങ്കിൽ സയൻസിനോട് അനുബന്ധിച്ചുള്ള വേറെ ഏതെങ്കിലും വിഷയത്തിലേക്ക്, ഇപ്പോൾ റിസർച്ചിലേക്കോ അങ്ങനെ ചെയ്യാൻ പ്ലാനുള്ള കുട്ടികൾക്ക് സയൻസ് സ്ട്രീം എടുക്കുന്നതായിരിക്കും ഭേദം. എൻ്റെ കേസ് പറയാറുണ്ടെങ്കിൽ എനിക്ക് ചെറുപ്പം മുതലേ സയൻസ് എനിക്ക് ഇഷ്ടമായിരുന്നു. ഞാൻ UAE-ലായിരുന്നു 6th സ്റ്റാൻഡേർഡ് വരെ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ കുറച്ച് ടെസ്റ്റുകൾ ഉണ്ടായിരുന്നു, ASET ടെസ്റ്റ്, ബെഞ്ച് മാർക്ക് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ. അപ്പം അങ്ങനെ കുറച്ച് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലൊക്കെ നോക്കിയപ്പം സയൻസിന് എനിക്ക് 80% എബോവ് മാർക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പാരൻസിനും എനിക്ക് മനസ്സിലായി സയൻസിനോട് എനിക്ക് എത്ര ഇഷ്ടമാണെന്ന്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സയൻസ് എടുക്കാൻ കാരണം. അപ്പോൾ ഈ സയൻസ് ഇപ്പോൾ പഠിക്കാൻ അത്ര വലിയ ബുദ്ധിമുട്ടായ വിഷയമാണ്. ഇപ്പോൾ എല്ലാവരും പറയണ പോലെ പഠിച്ചാൽ ലഭിക്കാത്ത വിഷയം, അങ്ങനത്തെ ഒരു ഫീലിങ്സ് ഉണ്ടായിരുന്നോ? ഇല്ല, എനിക്ക് അങ്ങനെ പ്രശ്നമില്ലായിരുന്നു. മാത്സ് പ്ലസ് ടു മാത്സ് കാൽക്കുലസ് ഒക്കെ വന്നപ്പോഴാണ് എനിക്ക് കുറച്ച് ടഫായിരുന്നു. പിന്നെ ഫിസിക്സ് വലിയ താല്പര്യമില്ലായിരുന്നു. ടു ബി ഫ്രാങ്ക്, എനിക്ക് ഫിസിക്സ് വലിയ താല്പര്യമില്ലായിരുന്നു. ബയോളജിയും കെമിസ്ട്രി ആയിരുന്നു എൻ്റെ ഫേവറേറ്റ് സബ്ജക്ട്സ്. അപ്പോൾ അതിലൊക്കെ നന്നായിട്ട് സ്കോർ ചെയ്യാൻ താല്പര്യപ്പെട്ടു. പിന്നെ ഫിസിക്സ് നല്ലോണം കഷ്ടപ്പെട്ടു സത്യം പറഞ്ഞാൽ. ഫിസിക്സ് എനിക്ക് വളരെ ഇത്രയും താല്പര്യമില്ലായിരുന്നു, പെട്ടെന്ന് ക്യാച്ചപ്പ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. പക്ഷെ സൈലം ഇതിലൂടെ പഠിച്ചപ്പോൾ എനിക്ക് കുറച്ചുകൂടി എളുപ്പമായി. പിന്നെ കുറേ ഇരുന്ന് ചെയ്ത് പഠിച്ചു. NCERT ക്വസ്റ്റ്യൻസ് അത് ഒരുപാട് ഇരുന്ന് ചെയ്ത് പഠിച്ചു. എല്ലാം ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഒരുപാട് ഇരുന്ന് ചെയ്ത് പഠിച്ചു, എഴുതി പഠിച്ചു. ഓർഗാനിക് കെമിസ്ട്രിയോട് പിന്നെ എനിക്ക് താല്പര്യം തോന്നി, എങ്ങനെയാണെന്ന് അറിയില്ല. ഓർഗാനിക് കെമിസ്ട്രിക്ക് എല്ലാം താല്പര്യം തോന്നി. കാൽക്കുലസിനോടും പിന്നെ ഇഷ്ടപ്പെട്ടു തുടങ്ങി. എന്നിട്ട് എല്ലാം ചെയ്ത് പഠിക്കായിരുന്നു ചെയ്തത്. ഇപ്പോൾ തന്നെ പറഞ്ഞ ഈ ഓർഗാനിക് കെമിസ്ട്രിയും കാൽക്കുലസും നമുക്ക് എന്തായാലും അറിയാം. പ്ലസ് വൺ വിദ്യാർത്ഥിയാകുമ്പോൾ ഇപ്പോൾ ഓർഗാനിക് കെമിസ്ട്രി വളരെ കുറച്ച് മാത്രം പഠിക്കാനുണ്ടായിരുന്നു, കുറച്ച് മാത്രം ഉണ്ടായിരുന്നു പ്ലസ് വണ്ണിൽ. ഇപ്പോൾ പ്ലസ് ടു വരുമ്പോൾ ഒരുപാട് റിയാക്ഷൻസും ഒരുപാട് വലിയ വലിയ പാഠങ്ങളും, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആൽഡിഹൈഡ്സ്, കീറ്റോൺസ്, കാർബോക്സിലിക് ആസിഡ് പോലത്തെ വലിയ വലിയ പാഠങ്ങളുണ്ട്. മാത്സിനകത്തായാലും കാൽക്കുലസ് ആയാലും വലിയൊരു സാഗരമാണ് കാൽക്കുലസ് എന്ന് പറയുമ്പോൾ മാത്സിനകത്ത്. സോ എങ്ങനെയായിരുന്നു ഈ രണ്ട് ഭാഗത്ത് നമ്മൾ സെപ്പറേറ്റ് എന്തെങ്കിലും ഒരു നോട്ട് ബുക്ക് പോലെ തയ്യാറാക്കുന്നത്? എങ്ങനെയാണ് ഈ ഒരു ഭാഗം രണ്ട് ഭാഗവും ക്രാക്ക് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയൊരു മാസ്റ്റർ പ്ലാൻ? അങ്ങനെ പ്രത്യേകിച്ചൊരു പ്ലാൻ ഇല്ലായിരുന്നു. എല്ലാം കിട്ടിയ ക്വസ്റ്റ്യൻസ് എല്ലാവരും ചെയ്ത് പഠിച്ചു. കണ്ണിൽ കണ്ട എല്ലാ ക്വസ്റ്റ്യൻസും. എൻ്റെ ടീച്ചർ എനിക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് NCERT ബുക്കിൽ നിന്ന് തന്നെ ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിച്ചു. അത് തന്നെയും പിന്നെയും പ്രാക്ടീസ് ചെയ്തു. ഒരു 8 ന്യൂസ് പ്രിന്റുകൾ എല്ലാ ദിവസവും മീൻസ് തീരുമ്പോൾ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരുന്നു. മമ്മി മേടിച്ചുകൊണ്ട് വന്നു. അപ്പോൾ അതെല്ലാം ഇരുന്ന് കുത്തിയിരുന്ന് ചെയ്ത് പഠിച്ച്
സൈലം പറഞ്ഞ എല്ലാ ക്വസ്റ്റ്യൻസും എല്ലായിരുന്നു ചെയ്തു പഠിച്ചത്. അതുകൊണ്ട് സെപ്പറേറ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എനിക്ക് നോക്കേണ്ട വന്നിട്ടില്ല. ഇനി ഇൻ കേസ് ഞാൻ കുറച്ചൊക്കെ നോക്കിയായിരുന്നു, പക്ഷെ ഇതെല്ലാം സൈലം ചെയ്യിച്ചു അതേ ക്വസ്റ്റ്യൻസ് തന്നെയാണല്ലോ എന്ന് പിന്നെ മനസ്സിലായി. എല്ലാം കുത്തിയിരുന്ന് ചെയ്തു പഠിക്കാൻ തന്നെയായിരുന്നു ചെയ്തത്. ഓക്കെ, അപ്പൊ ഈ ഫോർമുലാസ് പഠിക്കാനായിട്ട് എന്തെങ്കിലും എളുപ്പവഴി ട്രിക്കുകളൊക്കെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഫോർമുലാസ് ബൈ ഹാർട്ടിങ് തന്നെയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു? ഫോർമുലാസ് മാത്രമല്ല, കെമിസ്ട്രിക്ക് ഒരുപാട് റിയാക്ഷൻസ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരുപാട് നമുക്ക് കാണാൻ വേണ്ടി റിയാക്ഷൻസ് കാണാൻ വേണ്ടി സാധിക്കുമായിരുന്നു കെമിസ്ട്രിക്കകത്ത്. അല്ല എങ്ങനെയാണ് ടാക്കിൾ ചെയ്തിട്ടുണ്ടായിരുന്നത്? ഫോർമുലാസ് എല്ലാം കാണാപ്പാടം പഠിക്കായിരുന്നു ചെയ്തത്. കെമിസ്ട്രിയിൽ റിയാക്ഷൻസ് മനസ്സിലാക്കാൻ പറ്റുന്ന റിയാക്ഷൻസ് ഒക്കെ മനസ്സിലാക്കി തന്നെയായിരുന്നു പഠിച്ചത്. പിന്നെ കുറച്ച് ട്രിക്കൊക്കെ ഉണ്ടായിരുന്നു. നെയിമിംഗ് റിയാക്ഷൻസ് പഠിക്കാൻ എനിക്ക് വളരെ എളുപ്പമായിട്ട് തോന്നി. അങ്ങനെ പറഞ്ഞ് ചെയ്ത് പഠിക്കുമ്പോൾ എല്ലാം ഒരു നോട്ടാക്കി. ഞാൻ ന്യൂസ് പ്രിന്റിൽ നെയിമിംഗ് റിയാക്ഷൻസ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിയാക്ഷൻസ് എല്ലാം നോട്ടാക്കി അങ്ങനെ തന്നെ പിന്നെ വായിച്ച് പഠിക്കുമ്പോൾ പിന്നെ പെട്ടെന്ന് ക്ലിക്കാകാൻ തുടങ്ങി മനസ്സിൽ. ലാബ് പോലത്തെ സംഭവങ്ങൾ ആണോ അതോ? ലാബല്ല, ലാബ് കുറച്ച് എനിക്ക് എളുപ്പമായിരുന്നു. എനിക്ക് അതൊക്കെ ഇഷ്ടം, എക്സ്പെരിമെന്റ് ചെയ്യുന്നൊക്കെ. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഓൺ എക്സാം ഒക്കെ, +2 ഓൺ എക്സാം ഒക്കെ ഒരു കുഴപ്പമില്ലായിരുന്നു. അതിനുശേഷം ക്രിസ്മസ് സമയമൊക്കെ ആകാൻ തുടങ്ങിയപ്പം പോർഷൻസിന്റെ കണ്ടന്റ് ഒരുപാട് കൂടിയത് എക്സാമിന്റെ സമയത്ത്. അപ്പോൾ എനിക്ക് വല്ലാതെ ടെൻഷനായി. എന്താണല്ലോ വല്ലാത്തൊരു ടെൻഷൻ, കുറേ ദിവസമായിട്ട് ഭയങ്കര ഹാംഫുൾ ആവുന്ന രീതിയിൽ ടെൻഷൻ ഉണ്ടായിരുന്നു. രാത്രി ഉറക്കമൊന്നും കിട്ടിയില്ല, രാത്രി ലേറ്റ് നൈറ്റ് വരെ ഒന്ന് പഠിക്കായിരുന്നു. അപ്പോൾ പാരൻസ് വഴക്ക് പറയും, ഇത്രയും ലേറ്റ് നൈറ്റ് ഒന്നും തന്നെ പഠിക്കരുത്, അസുഖം വരുമെന്ന്. എനിക്കറിയാം, പക്ഷെ എനിക്ക് വേറെ നിവൃത്തിയില്ലായിരുന്നു. മാത്രമല്ല ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണെങ്കിൽ 4 ഇഡ്ഡലി ഉണ്ടാവും, 2 ഇഡ്ഡലി മാത്രം കഴിച്ചിട്ട് പോകും. കാരണം എനിക്ക് ഫുഡ് കഴിക്കാൻ പോലും പറ്റില്ല. അതുപോലത്തെ ടെൻഷൻ ഉണ്ടായിരുന്നു. മോഡൽ എക്സാം വരെ ടെൻഷൻ നീണ്ടു വെപ്പുണ്ടായിരുന്നു. പക്ഷെ ഈ കാണുന്ന എല്ലാ ടെൻഷൻസ് നമ്മൾ ടാക്കിൾ ചെയ്യാൻ വേണ്ടി മോൾ എന്താ ഒരു ടൈം ടേബിൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ക്ലാസ്സസ് കാണുമ്പോൾ എങ്ങനെയാണ് മോൾക്ക് കൂടുതൽ യൂസ്ഫുൾ ആയിരുന്നത്? ഞാൻ ആക്ച്വലി ക്ലാസ്സുകൾ ഫുള്ള് കുത്തിയിരുന്ന് കാണുമായിരുന്നു. ക്ലാസ്സിൽ ഫുള്ള് കുത്തിയിരുന്ന് കണ്ട് എഴുതി പഠിക്കുക അത്രേ ചെയ്തിരുന്നുള്ളൂ. പിന്നെ ഞാൻ മെഡിറ്റേഷനും പ്രാർത്ഥനയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പാരൻസിൻ്റെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. അവർ പറയായിരുന്നു, നീ ടെൻഷനൊന്നും അടിക്കണ്ട, തല പോകുന്ന കേസൊന്നും അല്ലല്ലോ, ചെയ്യാൻ പറ്റുന്ന അത്രയും മാക്സിമം നമ്മൾ ചെയ്യുക എന്താണ്. പിന്നെ സ്മാർട്ടായിട്ടുള്ള കുറച്ച് ടിപ്സൊക്കെ യൂസ് ചെയ്തു. ഇപ്പോൾ ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കി അതിരുന്ന് ഫുൾ ടൈം മെമ്മറൈസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് വരുമല്ലോ. അപ്പോൾ അങ്ങനെ കുറച്ച് ടിപ്സൊക്കെ യൂസ് ചെയ്തു. പിന്നെ അവസാനം ഈ ഫൈനൽ എക്സാംസിനോടൊക്കെ അടുത്തപ്പോൾ എനിക്കൊരു ടെൻഷനും ഇല്ലായിരുന്നു. +2 റിസൾട്ട് വരുമ്പോഴും ഒരു ടെൻഷനും ഇല്ലായിരുന്നു, ബിക്കോസ് അത്രയ്ക്കും വർക്ക് ചെയ്തു. സോ അതൊക്കെയാണ് ഞാൻ ചെയ്തത്. ഈ ഷോർട്ട് നോട്ട്സ് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വന്നൊരു ഇൻസ്റ്റാലേൺ നമ്മൾ നൽകിയിരുന്നു, ഓർമ്മയുണ്ട്? ഇൻസ്റ്റാലേൺ എന്ന് പറയുന്നത് അത് എങ്ങനെയുണ്ടായിരുന്നു? അതിന്റെ ഒരു യൂസ്ഫുൾ, അത് വളരെ യൂസ്ഫുൾ ആയിരുന്നു ഇൻസ്റ്റാലേൺ, ഒരു ക്വിക്ക് റിവിഷനുമായിട്ട്. ഉണ്ടായിരുന്നു. ഞാൻ റിവിഷന് സമയത്ത് ഞാൻ ലാപ്ടോപ്പിലാണ് എല്ലാം PDF ആയിട്ട് സേവ് ചെയ്ത് വെച്ചത്. അപ്പോൾ ഞാൻ ലാപ്ടോപ്പായിരുന്നു ഫുൾ സ്റ്റഡീസിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഷോർട്ട് നോട്ട്സ്, ആ പിക്ചേഴ്സൊക്കെ വേഗം വരച്ച് തന്നെ മനസ്സിൽ ഓർമ്മയിലേക്ക് നിൽക്കാൻ സഹായിച്ചു. ഫിസിക്സിലെ എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ ആയിരുന്നു, കാഥോഡ് റേ എക്സ്പെരിമെൻറ്റ്, അങ്ങനെ ഒരുപാട് പിക്ചേഴ്സൊക്കെ വരച്ച് ഞാൻ നോക്കുമായിരുന്നു. ഒരുപാട് പോയിന്റ്സ് എല്ലാം പെട്ടെന്ന് അതൊന്ന് ഓടിച്ചു നോക്കുമ്പോൾ തന്നെ മനസ്സിൽ ഇരിക്കാൻ പാകത്തിന് എനിക്ക് എഫക്റ്റീവായിരുന്നു. പിന്നെ അവസാനമായിട്ട് ചോദ്യം, ഈ കാണുന്ന വീഡിയോ ആണ് എല്ലാവരും തന്നെ ഏറ്റവും അധികം കേൾക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ അത് തന്നെയായിരിക്കും. എന്താണ് നിങ്ങൾ ഫോളോ ചെയ്ത ടൈം ടേബിൾ? എങ്ങനെയാണ് നിങ്ങളൊരു ടൈം ടേബിൾ സ്ട്രക്ചർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇത്രയ്ക്കും വലിയൊരു മാർക്കിലേക്ക് എത്തുന്നതിനായിട്ട്? ടൈം ടേബിൾ എനിക്ക് പ്രത്യേകിച്ച് ടൈം ടേബിൾ ഞാൻ എഴുതി ഉണ്ടാക്കുകയൊന്നും ചെയ്തില്ല. അതങ്ങനെ ചെയ്താൽ പിന്നെ അതിനെ സമയം കാണത്തുള്ളൂ. അതുകൊണ്ട് പറഞ്ഞാൽ ഓരോ ദിവസം എൻ്റെ ടൈം ടേബിൾ മനസ്സിലായിരുന്നു ഞാൻ സെറ്റ് ചെയ്തുകൊണ്ടിരുന്നു. ഓരോ ദിവസം മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ സ്കൂളിൽ ഏതൊക്കെ ഭാഗങ്ങൾ പഠിപ്പിച്ചു, സൈലം ഇനി ഏതൊക്കെ ഭാഗങ്ങൾ പഠിപ്പിക്കേണ്ട, അതൊക്കെ എല്ലാം വെച്ച് അറേഞ്ച് ചെയ്ത് സെപ്പറേറ്റ് ഷെഡ്യൂളായിരുന്നു സ്കൂളിനും സൈലത്തിനും വേണ്ടി ഉണ്ടായിരുന്നത്. പിന്നെ ഓരോ ദിവസവും ഓരോ സാഹചര്യം, ഇപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ആരുടെയും വീട്ടിലൊക്കെ പോകാനോ അങ്ങനെയൊക്കെ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് മനസ്സിൽ ഞാൻ എൻ്റെ ടൈം ടേബിൾ ഷിഫ്റ്റ് ചെയ്യും, ഇന്ന സമയം ഇത്രയും. പിന്നെ അതിരാവിലെ പഠിക്കാറില്ല ഞാൻ, എനിക്ക് അങ്ങനെ ഉറക്കക്ഷീണം വരും. അതുകൊണ്ട് തന്നെ എഴുന്നേക്കുന്ന സമയത്ത് ഒരു മാക്സിമം 7 മണി, 7:15, 7:30 ആ ഒരു സമയം തൊട്ട് പിന്നെ ഇങ്ങനെ പഠിക്കും. പിന്നെ ഫുൾ ടൈം ബുക്കായിരുന്നു. പാരൻസ് പറയും, ബുക്ക് താഴെ വയ്ക്കടിക്കുന്നു. ഫുൾ ടൈം ബുക്കായിരുന്നു. കാരണം +2 അല്ലേ, അയ്യോ ഇത് കൈവിട്ടുകൂടാന്ന് പറഞ്ഞ് വിചാരിച്ചോണ്ട് ഫുൾ ടൈം ബുക്കിലായിരുന്നു. അഗ്നി ബാച്ചിന്റെ ക്ലാസ്സുകളെല്ലാം തന്നെ എങ്ങനെയുണ്ടായിരുന്നു? ഒരു റേറ്റിംഗ് കൊടുക്കുകയാണെങ്കിൽ അഗ്നി ബാച്ചിന് എത്ര റേറ്റിംഗ് നൽകും? ഞാൻ ഫുൾ റേറ്റിംഗ് തന്നെ തരുള്ളൂ. കാരണം ഇതിൽ കൂടുതൽ വർക്ക് ചെയ്യാൻ, ഇതിൽ കൂടുതൽ നല്ല ക്ലാസ്സുകൾ തരാമെന്ന് പറഞ്ഞാൽ ആർക്കും പോസിബിൾ അല്ല. ഞാൻ ഫുൾ മാർക്ക് തന്നെ കൊടുക്കത്തുള്ളൂ. കാരണം ഒരുപാട് എൻജോയ് ചെയ്താണ് ഞാൻ ക്ലാസ്സുകളുണ്ട്. ഇപ്പം ടീച്ചർമാർ ദൂരെയാണ്, ആരെയും ഞാൻ നേരിട്ട് കണ്ടിട്ടൊന്നുമില്ല. ഇപ്പം അഫ്നാൻ സാറിനെ ഞാൻ നേരിട്ട് കണ്ടു, ബാക്കി ആരെയും ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. പക്ഷെ എല്ലാവരും തൊട്ടടുത്ത് തന്നെ ഉണ്ട്, എല്ലാവരും നല്ലോണം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, എല്ലാവരും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, ഒപ്പം ഉണ്ടെന്നുള്ളൊരു ഫീലിംഗ് കിട്ടി. പിന്നെ പല സ്റ്റുഡൻസും, നമുക്കറിയാവുന്ന സ്റ്റുഡൻസ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നമ്മളെ മാനസികമായിട്ട് അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എല്ലാം കൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം ഒട്ടും പ്രതീക്ഷിച്ചില്ലായിരുന്നു. പക്ഷേ ഞാൻ സാലറി ജോയിൻ ചെയ്തപ്പോൾ അത് തന്നെയായിരുന്നു എനിക്ക് ഞാൻ എടുത്ത ഏറ്റവും നല്ല ഡിസിഷൻ എന്ന് എനിക്ക് മനസ്സിലായി. സോ അടിപൊളിയായിരുന്നു എല്ലാ ക്ലാസ്. എല്ലാ ക്ലാസ്സും എൻജോയ് ചെയ്തിട്ട് തന്നെയാണ് ഞാൻ കണ്ടത്.
ഇനി എന്താണ് പരിപാടി? നമുക്ക് ഫ്യൂച്ചർ പ്ലാനിലേക്ക് നീങ്ങുന്ന സമയമാണ്, കരിയർ ബിൽഡ് ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു സമയമാണ് ഇനി പറയുന്ന ലൈഫ് എന്ന് പറയുന്നത്. കാരണം ഇനി ഒരു കോഴ്സാണ് നമുക്ക് എല്ലാം തന്നെ വരുന്നത്. +2 മാർക്കിന്റെ ഇമ്പോർട്ടൻസും അതിൽ വല്ലാത്തൊരു റോൾ പ്ലേ ചെയ്യുന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. സോ ഇനി എന്താണ് മോളുടെ പ്ലാനിലേക്ക് വരുന്നത്? ഞാൻ BSc നഴ്സിംഗ് ഞാനിപ്പോൾ ജോയിൻ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്ന കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കിട്ടുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. എന്തായാലും ഇത്ര മാർക്കുള്ളപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്തായാലും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിസ്സംശയം പറയാൻ പറ്റും, ലഭിക്കും തന്നെ സീറ്റ്. താങ്ക് യു. അതിനുശേഷം പിന്നീട് MSc ചിലപ്പോൾ നോക്കും. ഞാൻ പുറത്ത് പോകാനൊരു പ്ലാൻ ഉണ്ട്. അപ്പം അവിടെ ചെന്നിട്ട് അതിൻ്റെ സാധ്യതകളൊക്കെ എന്താ നോക്കും. ഇവിടെ BSc എടുത്ത് പുറത്ത് MSc എടുക്കും. അതിനുശേഷം റിസർച്ചിലേക്ക് ഞാൻ നോക്കുന്നുണ്ട്. റിലേറ്റഡ് ഫീൽഡിലൊക്കെ റിസർച്ചിൻ്റെ സാധ്യത ഉണ്ടെങ്കിൽ എനിക്ക് റിസർച്ച് ഭയങ്കര ഇഷ്ടമാണ്. സോ അതിലൂടെ നീങ്ങാൻ ഒരു പ്ലാൻ ഉണ്ട്. പിന്നെ നമ്മൾ മാൻകൈൻഡ് തന്നെ എന്തെങ്കിലും ചേഞ്ച് വരുത്താൻ പറ്റുമെങ്കിൽ അത്രയും സന്തോഷം. സോനയുടെ ഫാമിലിയാണ്. സോനയ്ക്ക് ഇപ്പോൾ 1190 മാർക്ക് ലഭിച്ചിട്ടുണ്ട്. വളരെ അഭിമാനിക്കാൻ വേണ്ടി സാധിക്കുന്ന ഒരു നിമിഷം തന്നെയാണ് പാരൻസ് എന്ന രീതിയിലേക്കും അതുപോലെ സിസ്റ്റർ എന്ന രീതിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഉള്ളത്. സോ എന്താണ് ഈ നിമിഷത്തെ ഒരു ഫീലിങ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളത്? ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ശരിക്കും ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്ത ഒരു മാർക്കായിരുന്നില്ല, എങ്കിലും ഇത്തരം മാർക്ക് കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. എനിക്ക് തോന്നുന്നു സൈലത്തോടൊപ്പം ജോയിൻ ചെയ്തുകൊണ്ടാണ് അത്രയും നല്ലൊരു സ്കോർ കിട്ടിയെന്ന് തന്നെയാണ് 100% ഞങ്ങൾ വിശ്വസിക്കുന്നത്. സ്കൂളിനേക്കാളുപരി സൈലം നന്നായിട്ട് സപ്പോർട്ട് ചെയ്തു. ഞാൻ പറ്റുന്ന സമയത്ത് ക്ലാസ്സിൽ ഇരിക്കാറുണ്ടായിരുന്നു. ഇവരുടെ ഒപ്പം ഇരിക്കും. പ്രത്യേകിച്ചും എക്സാമിൻ്റെ ടൈമിലൊക്കെ ലേറ്റ് നൈറ്റ് ഇവരുടെ ഒപ്പം ഇരിക്കാറുണ്ടായിരുന്നു. ടീച്ചേഴ്സിൻ്റെ ക്ലാസ്സൊക്കെ ആൾക്കാരുണ്ടായിരുന്നു. അപ്പം ശരിക്കും ടീച്ചേഴ്സിൻ്റെ ഒരു ഡെഡിക്കേഷൻ എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം, എനിക്ക് ഭയങ്കര മതിപ്പ് തോന്നിയൊരു കാര്യമാണ് ടീച്ചേഴ്സിൻ്റെ ഒരു ഡെഡിക്കേഷൻ. എത്ര ലേറ്റായിട്ടും ഞാൻ കിടക്കുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ അവർ ഇരിക്കുന്നുണ്ട്, അവർ ഡെഡിക്കേറ്റഡ് ആയിട്ട് ക്ലാസ് എടുക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണ് കിടക്കാൻ പറ്റുന്നത് എന്ന് ചോദിക്കുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ക്ലാസ് തീരുന്ന വരെ ഇരിക്കും, അതിനും ഇരിക്കും. അപ്പം എക്സാമിൻ്റെ ടൈമിൽ പ്രത്യേകിച്ചും ആ ഒരു ഡെഡിക്കേഷൻ ആണ് മക്കളെ ഇതുവരെ അല്ലെങ്കിൽ ഇത്രയും നല്ലൊരു സ്കോറിൽ ഒത്തിരിയും കുട്ടികൾക്കുണ്ട് നല്ലൊരു സ്കോറിൽ എത്തിച്ചതെന്നുള്ളതാണ്. വളരെ സന്തോഷം. താങ്ക് യു സോ മച്ച് സൈലം. എന്താണ് പറയാനുള്ളത്? എനിക്ക് അത് തന്നെ പറയാനുള്ളത്. സൈലത്തിൻ്റെ ഒരു ഹാർഡ് വർക്ക് പിള്ളേരെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. സോന അവളൊരു ഹാർഡ് വർക്കിംഗ് നേച്ചറുള്ള ഒരാളാണ്. പഠിത്തത്തോട് ഭയങ്കര ഡെഡിക്കേഷനാണ്. വായന എന്നോടൊക്കെ ഒരു ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാണ്. അപ്പോൾ അവളുടെ ഡെഡിക്കേഷനുണ്ട്, അവളുടെ ഹാർഡ് വർക്കിനൊരു റിസൾട്ടാണത്. ഒപ്പം സൈലത്തിൻ്റെ ഇതും സ്കൂളിലെ ടീച്ചേഴ്സും നല്ല സപ്പോർട്ടിംഗ് ആയിരുന്നു. അതുപോലെ തന്നെ ഒത്തിരി സമയം ഉള്ളിരുന്ന് ഇങ്ങനെ പഠിക്കും. നമുക്ക് തന്നെ വിഷമം തോന്നുന്ന ഒരു ബുദ്ധിമുട്ടുള്ള, നമ്മളൊക്കെ ഉറങ്ങാൻ മുമ്പ് ഇവരിൽ നിന്ന് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കും. ചിലപ്പോൾ നമ്മൾ ഇടയ്ക്ക് എഴുന്നേൽക്കുമ്പോൾ ഇവരുടെ റൂമിൽ ലൈറ്റാണ്. അപ്പോൾ ആ ഒരു ഇതിനുള്ള നല്ലൊരു റിസൾട്ടായിരുന്നു. ഞങ്ങളത് പ്രതീക്ഷിച്ചോന്ന് ചോദിച്ചാൽ കുറച്ചൊക്കെ നമ്മൾ എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അതിനപ്പുറമുള്ള അദ്ദേഹത്തിനോട് പറഞ്ഞിരുന്നു, അതായത് ഫുൾ മാർക്ക് വാങ്ങണ്ട അങ്ങനെ എന്തെങ്കിലും ഒരു വാക്ക് അങ്ങനത്തെ പറഞ്ഞിരുന്നില്ല? ഒരിക്കലും പറഞ്ഞില്ല. അത് ഞങ്ങൾ ഉണ്ടായിരുന്നില്ല. അത് ഇപ്പോഴൊന്നല്ല, ഇവള് 10th ഇവള് നല്ല സ്കോറായിരുന്നു. പക്ഷെ അപ്പോൾ പോലും ഞങ്ങൾ ഒരിക്കലും ഇവിടെ ഇത്ര മാർക്ക് വേണമെന്നുള്ളൊരു ഇത് ചെയ്തല്ല. ഞാൻ ഒരു എക്സാമ്പിൾ പറയാറുള്ളത്, സച്ചിൻ ടെണ്ടുൽക്കറും, ഞാൻ ക്രിക്കറ്റിനോട് ഇൻട്രസ്റ്റ് ഉള്ളതാണ്. അപ്പം ഇവരൊക്കെ സെഞ്ചുറി അടിക്കാൻ ഫസ്റ്റ് ബാറ്റ് ചെയ്ത് തുടങ്ങുന്നത് 1, 2, 3 ഇങ്ങനെ എടുത്തു പോരുക. അവരൊരിക്കലും 100 എന്നുള്ള ടാർഗറ്റിലല്ല ബാറ്റ് ചെയ്യുന്നത്. 4, 6 ഇങ്ങനെ വരുന്നു. അവരുടെ ഇത് വരുമ്പോൾ അവർക്ക് ഓട്ടോമാറ്റിക്കലി 50 കിടക്കുന്നു, 100 കിടക്കുന്നു. ആ സെഞ്ചുറി എന്നുള്ള ടാർഗറ്റ് കളിക്കുമ്പോൾ പ്രഷർ കൂടുതലായിരിക്കും. അപ്പോൾ അതില്ലാതെ അത് നിങ്ങൾ മോഡലാക്കണം. നിങ്ങൾ നന്നായിട്ട് പഠിക്കുക, വർക്ക് ചെയ്യുക, അതിനുശേഷം മാർക്ക് എത്ര കിട്ടുന്നുള്ള ദാറ്റ്സ് നോട്ട് എ തിങ്. അവർക്ക് അവരുടെ എഫർട്ടിന് ഏതൊരു പാരന്റ്സും വളരെ മാതൃകയാക്കേണ്ട ഒരു ഡയലോഗാണ് ഇപ്പൊ പറഞ്ഞത്. കാരണം പൊതുവെ എല്ലാവരും ഇപ്പോൾ ഭയങ്കരമായിട്ട് കുട്ടികളെ പ്രഷറൈസ് ചെയ്തിട്ട് ഇത്ര മാർക്ക് വാങ്ങണം, ഫുൾ A+ വാങ്ങണം, ഫുൾ A+ വാങ്ങി പ്രശ്നമാണെന്നൊക്കെ തന്നെ പറയുന്നൊരു ആ ഒരു സാഹചര്യത്തിൽ ലോകത്തിന്റെ ഒരു വീക്ഷണം, പ്രത്യേകിച്ചും ഇവിടെ അടുത്ത അഡ്മിഷന്റെ ഒരു ടാർഗറ്റിൽ അവർ ഓട്ടോമാറ്റിക് പറഞ്ഞു പോകുന്നതാണ്. സാഹചര്യങ്ങൾ അങ്ങനെ ആയതുകൊണ്ടാണ് അഡ്മിഷനുള്ള ബുദ്ധിമുട്ട്, അതിന് വേണ്ടി ഇത്ര പൈസ കൊടുക്കണം, അതൊക്കെ ആയിരിക്കും അവരുടെ മനസ്സിൽ. പക്ഷെ നമ്മളങ്ങനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല. ഇവര് നന്നായിട്ട് വർക്ക് ചെയ്യുന്നുള്ള ഒരു ഹോപ്പ് നമുക്ക് അവരുടെ മേലുണ്ടായിരുന്നു. ഇപ്പോൾ പറഞ്ഞിരുന്നു സൈലന്റ് ക്ലാസ്സസ് വളരെ ഉപകാരപ്രദമായിരുന്നു. കാരണം ഞങ്ങൾക്ക് അറിയാവുന്ന, ഇപ്പം എൻ്റെ ഇളയ ആൾക്കും ഞങ്ങൾ സൈലം തന്നെയാണ് എടുത്തേക്കുന്നത്. ഞങ്ങൾക്കറിയാവുന്ന പലരോടും ഞങ്ങൾ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. പലരും തന്നെ ഇപ്പോൾ ഈ കഴിഞ്ഞ കുറച്ച് നാൾ എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ഈ ഫൈനൽ എക്സാമിനോട് ബന്ധപ്പെട്ട് സ്കൂൾ തലത്തിലാണെങ്കിലും കോളേജ് തലത്തിലല്ല, ഹയർ സെക്കൻഡറി തലത്തിലാണെങ്കിലും കുട്ടികളോട് ഞങ്ങൾ പറയാറുണ്ട്, നിങ്ങൾ സൈലത്തിൻ്റെ ക്ലാസ് കാണണം,
ഇനിയിപ്പം ജോയിൻ ചെയ്യാൻ സമയം ഇല്ലെങ്കിൽ പോലും യൂട്യൂബിൽ ക്ലാസ് കാണണം. പിന്നെ മാഡത്തിൻ്റെ മെൻറ്ററുടെ നമ്പർ പലർക്കും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പലരും ഞങ്ങൾ റെക്കമെൻഡ് അല്ലെങ്കിൽ 100% റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് എന്നുള്ളത് ഉറപ്പാണ് സൈലം. സൈലത്തിൻ്റെ എക്സാം കൊടുക്കാൻ എങ്ങനെയായിരുന്നു? യൂസ്ഫുൾ ആയിരുന്നു? അപ്പോൾ നമ്മൾ ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും ചാപ്റ്റർ എക്സാമിനേഷൻ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ മോഡൽ എക്സാം ഉണ്ടായിരുന്നു. ആ എക്സാംസ് എല്ലാം തന്നെ എങ്ങനെയായിരുന്നു? കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്തിരുന്നോ, അല്ലെങ്കിൽ അത് എത്രമേൽ യൂസ്ഫുൾ ആയിരുന്നു? എക്സാംസ് അറ്റൻഡ് ചെയ്യാൻ ആ സമയത്ത് തന്നെ ഞാൻ അറ്റൻഡ് ചെയ്തിരുന്നില്ല. മീൻസ് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ എപ്പോഴെങ്കിലും ഒരു സിറ്റുവേഷനൊക്കെ മാറുമ്പോൾ അതൊന്ന് മുടങ്ങി പോകാറുണ്ടായിരുന്നു. പിന്നീട് ആ PDF ഒക്കെ എടുത്ത് നോക്കി പിന്നെ ചെയ്ത് നോക്കുമായിരുന്നു. എനിക്ക് മനസ്സിൽ ഇപ്പം കെമിസ്ട്രി ഇനിയിപ്പം ചില സബ്ജക്ട്സ് അതിൻ്റെ ഈ 1 മാർക്ക് ചോദ്യങ്ങളും 2 മാർക്ക് ചോദ്യങ്ങളും മനസ്സിൽ എനിക്കത് അറിയാവോ, ഓക്കെ അതൊക്കെ നോക്കും. എന്നിട്ട് പിന്നെ ബാക്കി വലിയ വലിയ ഉത്തരങ്ങളൊക്കെ ഒന്ന് എഴുതി നോക്കും. റിയാക്ഷൻസും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ എഴുതി നോക്കും. മാത്സിൻ്റെ പ്രോബ്ലംസ് ആണെങ്കിൽ എഴുതി നോക്കും. അറിയാത്ത ക്വസ്റ്റ്യൻ പിന്നെ അവിടെ അങ്ങനെ വിടും. എന്നിട്ട് പിന്നെ സാർ എപ്പോഴെങ്കിലും പറയുമ്പോൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടല്ലോ അറിയാത്ത ക്വസ്റ്റ്യൻസ് ഇങ്ങനത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഒക്കെ വന്നായിരുന്നൊക്കെ. അപ്പോൾ പിന്നെ അതിൻ്റെ ആൻസർ കിട്ടുമ്പോൾ പിന്നെയൊക്കെ ചെയ്ത് നോക്കുമ്പോൾ പിന്നെ കിട്ടാറുണ്ട്. അതുകൊണ്ട് ഹെൽപ്ഫുൾ ആയിരുന്നു. സോ ഈ ഒരു അഭിമാന നിമിഷം നമുക്ക് എല്ലാം പങ്കുചേരാൻ സാധിച്ചിൽ വളരെ സന്തോഷമാണ്.